What's up guys, this is Srivin here from Yumi and Tech. Welcome to our latest video. ഒഫീഷ്യൽ ലോഞ്ചിന് ഇനിയും ഒരുപാട് ദിവസങ്ങളുണ്ടെങ്കിൽ പോലും ആപ്പിൾ ഐഫോൺ 12നെ പറ്റി നമുക്ക് കിട്ടേണ്ട എല്ലാ ഡീറ്റെയിൽസും ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. സോ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ വിവരങ്ങളും ജെനുവിൻ ആയിട്ടുള്ള എല്ലാ ന്യൂസ്, ലീക്സ്, റൂമേഴ്സ് ഇതെല്ലാം ചൂടോടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്ന ഒരേ ഒരു പർപ്പസ് മാത്രമേ ഇന്നത്തെ വീഡിയോയ്ക്കുള്ളൂ. സോ ആപ്പിൾ ഐഫോൺ 12ന്റെ ഡിസൈൻ, സ്പെസിഫിക്കേഷൻ, ഫീച്ചേഴ്സ്, പ്രൈസ്, ലോഞ്ച് ഡേറ്റ് ഇതെല്ലാം അറിയുന്നതിന് വേണ്ടി ഈ വീഡിയോ ഫുള്ളായി കാണുക. ഓക്കെ, സോ വിതൗട്ട് വേസ്റ്റിംഗ് എ സിംഗിൾ സെക്കൻഡ്, ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. ആദ്യമായി നമുക്ക് ഡിസൈനിനെ പറ്റി സംസാരിക്കാം. ഐഫോൺ 11 സീരീസ് എടുത്തു നോക്കിയാൽ നമുക്കറിയാം കുറച്ചുകൂടി കർവി ആയിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് 11 സീരീസ് ഫോളോ ചെയ്തിരുന്നത്. ഇത്തവണ ഐഫോൺ 12ലേക്ക് വരുമ്പോൾ കുറച്ച് മുന്നേ റിലീസായ ഐപാഡ് പ്രോയുടെ ഡിസൈൻ ലാംഗ്വേജ് ആണ് ആപ്പിൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഐഫോൺ 12 കുറച്ചുകൂടി സ്ലിമ്മർ ആയിരിക്കും, കുറച്ചുകൂടി ഷാർപ്പർ ആയിരിക്കും. ഈ കർവി എഡ്ജസ് ഉണ്ടാകുന്നതല്ല, അതിന് പകരം കുറച്ചുകൂടി ഷാർപ്പർ എഡ്ജസ് ആയിരിക്കും, ഷാർപ്പർ കോർണേഴ്സ് ആയിരിക്കും. ഇതുകൂടാതെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് തിന്നർ ബെസൽസ് ആണ്. അതായത് ഐഫോൺ 12ൽ 40% തിന്നർ ബെസൽസ് കമ്പയർ ടു 11 സീരീസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി നോച്ച് എങ്ങോട്ടും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. നോച്ച് വിട്ടൊരു കളിക്ക് നമ്മളില്ല എന്നാണ് ആപ്പിൾ ക്ലെയിം ചെയ്യുന്നത്. നമ്മൾ എന്താ ചെയ്യുക? ബട്ട് ഒരു ചേഞ്ച് ഉണ്ട്. കഴിഞ്ഞ തവണത്തെക്കാളും ചെറിയ ഒരു നോച്ചായിരിക്കും ഇത്തവണ ലഭിക്കാൻ പോകുന്നത്. ബട്ട് സംഭവം അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അടുത്ത കാറ്റഗറിയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങളോടൊരു ചോദ്യം. നിങ്ങൾ ആദ്യമായിട്ടാണോ നമ്മുടെ ചാനലിൽ വരുന്നത്? ആണോ ആണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യേ. ഇപ്പം തന്നെ ഇവിടെ ഒരു ബട്ടൺ കാണാം. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്താ റെഡി? പക്ക? ഓക്കെ, ദെൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി ഐഫോൺ 12 മോഡൽസ് അല്ലെങ്കിൽ വേരിയൻസിനെ പറ്റി സംസാരിച്ചാൽ കഴിഞ്ഞ തവണ 3 വേരിയൻസ് അല്ലെങ്കിൽ 3 ടൈപ്പ് ഓഫ് മോഡൽസ് ആണ് ഐഫോൺ 11 സീരീസിൽ ഉണ്ടായിരുന്നത്. ബട്ട് ഇത്തവണ 4 മോഡൽസ് ആയിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ആ 4 എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ഹയസ്റ്റ് മോഡൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഐഫോൺ 12 പ്രോ മാക്സ് ആയിരിക്കും. കഴിഞ്ഞ തവണ 6.5 ഇഞ്ച് ആയിരുന്നു പ്രോ മാക്സ് വേരിയന്റിൽ ഉണ്ടായിരുന്നത്. ബട്ട് ഇത്തവണ ചെറിയൊരു ഇൻക്രീസ് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതായത് 6.7 ഇഞ്ച് OLED ഡിസ്പ്ലേ ആണ് നമുക്ക് പ്രോ മാക്സിൽ ഇത്തവണ ലഭിക്കാൻ പോകുന്നത്. ഈ ഒരു ഇൻക്രീസ് കാരണം മൊത്തം ഫോണിന്റെ സൈസിൽ വലിയ മാറ്റങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. കാരണം നമുക്കറിയാം കമ്പയർ ടു 11 സീരീസ് 12 സീരീസിൽ തിന്നർ ബെസൽസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ബിഗർ സ്ക്രീൻ ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ള സ്പേസ് അവിടെ ഓൾറെഡി ഉണ്ട്. ഇനി ക്യാമറയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഒരു റെക്റ്റാങ്കിൾ ക്യാമറ ബംപ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മെയിനായി 3 ക്യാമറാസാണ് ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രൈമറി വൈഡ് ആംഗിൾ ലെൻസ്, രണ്ടാമത്തേത് ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, മൂന്നാമത്തേത് ടെലിഫോട്ടോ ലെൻസ്. ഇതുകൂടാതെ തന്നെ പുതുതായി ഒരു ലൈഡാർ സെൻസർ കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ലൈഡാർ എന്നത് ഒരു ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് സെൻസർ ആണ്. അതായത് പല ക്യാമറകളിലും നമ്മൾ ലേസർ സെൻസേഴ്സ് കണ്ടിട്ടുണ്ട് അല്ലേ? സോ അതേപോലെ തന്നെ മറ്റൊരു ടൈപ്പ് ഓഫ് സെൻസറാണ് ലൈഡാർ സെൻസർ. ഇവിടെ ലൈറ്റ് ഒരു ഇമ്പൾസഡ് ലേസറായി യൂസ് ചെയ്യുന്നു. ഇത് ഉപയോഗിച്ച് നമുക്ക് ഈസിലി ഡിസ്റ്റൻസസ്, ഡെപ്ത് ഇതെല്ലാം ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇത്തരത്തിലുള്ള ലൈഡാർ സെൻസർ നമുക്ക് പുതിയ 12 സീരീസിൽ കാണാൻ സാധിക്കുന്നതാണ്. അടുത്ത വേരിയന്റ് ആയിരിക്കും ഐഫോൺ 12 പ്രോ. സോ മാക്സ് വേരിയന്റിനേക്കാളും ചെറിയ സൈസ് ആയിരിക്കും 12 പ്രോന് ഉണ്ടാകാൻ പോകുന്നത്. 6.1 ഇഞ്ച് വരുന്ന ഒരു OLED ഡിസ്പ്ലേ ആയിരിക്കും ഈ വേരിയന്റ് ഉണ്ടാവുക. ഇനി ക്യാമറയെ പറ്റി സംസാരിച്ചാൽ മാക്സ് വേരിയന്റിൽ ഉണ്ടായിരുന്ന സെയിം ക്യാമറ സെറ്റപ്പ് തന്നെയായിരിക്കും 12 പ്രോ വേരിയന്റിലും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. മൂന്നാമത്തെ വേരിയന്റ് ആയിരിക്കും ഐഫോൺ 12. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ പ്രോ വേരിയന്റിനേക്കാളും പല ഫീച്ചേഴ്സും കുറവായിരിക്കും 12 വേരിയന്റിൽ. ബട്ട് ഇത്തവണ ഡിസ്പ്ലേ സൈസ് സെയിം ആയിരിക്കും. അതായത് 6.1 ഇഞ്ച് വരുന്ന സെയിം ഡിസ്പ്ലേ സൈസ് തന്നെയായിരിക്കും 12 വേരിയന്റിലും ഉണ്ടാകാൻ പോകുന്നത്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 3 ക്യാമറ സെൻസേഴ്സ് ഇവിടെ ഉണ്ടാകുന്നതല്ല. അതിന് പകരം 2 സെൻസേഴ്സ് മാത്രമാണ് ഉണ്ടാകുന്നത്. ഒന്ന് പ്രൈമറി സെൻസർ, അതുകൂടാതെ തന്നെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്. പ്രോ വേരിയന്റിൽ ഉണ്ടായിരുന്ന ടെലിഫോട്ടോ ലെൻസും ലൈഡാർ സെൻസറും ഈ വേരിയന്റിൽ ഉണ്ടാകുന്നതല്ല. ഇതുവരെ ഡിസ്കസ് ചെയ്ത 3 വേരിയൻസ് കൂടാതെ ഇത്തവണ പുതിയൊരു വേരിയന്റ് കൂടി ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ എക്സാക്ട് നെയിം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ബട്ട് ആസ് ഓഫ് നൗ ഐഫോൺ 12 5.4 ഇഞ്ച് വേരിയന്റ് എന്നാണ് ഇപ്പോൾ
അറിയപ്പെടുന്നത്. സോ ഈ നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ 5.4 ഇഞ്ച് വരുന്ന ചെറിയൊരു ഡിവൈസ് ആയിരിക്കും ഈ ഐഫോൺ 12 വേരിയന്റ്. ക്യാമറ സെറ്റപ്പും ഐഫോൺ 12 പോലെ തന്നെ 2 ക്യാമറ സെൻസർ ഇൻക്ലൂഡ് ചെയ്യുന്ന ക്യാമറ സെറ്റപ്പ് തന്നെയായിരിക്കും ഈ ചെറിയ വേരിയന്റിനും ഉണ്ടാകാൻ പോകുന്നത്. സോ ഇതൊക്കെയാണ് ഡിസൈൻസ് ആൻഡ് വേരിയൻസിനെ പറ്റി ഓൾറെഡി വന്നിട്ടുള്ള ലീക്സ് ആൻഡ് റൂമേഴ്സ്. ഇനി നമുക്ക് സ്പെസിഫിക്കേഷൻസിനെ പറ്റി സംസാരിക്കാം. സോ ഐഫോൺ 11 സീരീസിൽ ഉണ്ടായിരുന്നത് A13 ചിപ്സെറ്റ് ആണെങ്കിൽ ഐഫോൺ 12 നമുക്ക് A14 ചിപ്സെറ്റ് കാണാൻ സാധിക്കും. ഡെഫിനറ്റ്ലി മച്ച് ഫാസ്റ്റർ ആൻഡ് മച്ച് ഒപ്റ്റിമൈസ്ഡ് പ്രൊസസർ ആയിരിക്കും A14. കഴിഞ്ഞ സീരീസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഇംപ്രൂവ്ഡ് ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതുകൂടാതെ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഐഫോൺ 11 ഉണ്ടായിരുന്നത് 4GB RAM ആണ്. ബട്ട് ഐഫോൺ 12 6GB RAM ആണ് ആപ്പിൾ കൊണ്ടുവരുന്നത് എന്ന ലീക്സ് ആണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. മറ്റൊരു ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വേരിയൻസ് നമുക്ക് നോക്കി അറിയാൻ പറ്റും, എല്ലാത്തിനും ബേസ് വേരിയന്റ് 64GB ആയിരുന്നു. ബട്ട് ഇത്തവണ ബേസ് വേരിയന്റ് എന്ന് പറയുന്നത് 120GB ആയിരിക്കും എന്ന റൂമേഴ്സ് ആണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഡെഫിനറ്റ്ലി 512GB വരെ സ്റ്റോറേജ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും നമുക്ക് ലഭിക്കുന്നതാണ്. പല ന്യൂസിലൂടെയും നമുക്ക് അറിയാൻ സാധിച്ച ആപ്പിൾ ഐഫോൺ 12 പ്രോ വേരിയൻസിൽ മാത്രം ലഭിക്കാൻ പോകുന്ന മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് 5G ആയിരിക്കും. ആപ്പിൾ ഐഫോൺ 12 സീരീസിന്റെ പ്രോ വേരിയൻസ്, അതായത് ഐഫോൺ 12 പ്രോ ആൻഡ് ഐഫോൺ 12 പ്രോ മാക്സ്, ഈ ഹൈ എൻഡ് വേരിയൻസ് ഡെഫിനറ്റ്ലി ഇത്തവണ 5G ഇനേബിൾഡ് ആയിരിക്കും. ഇതുകൂടാതെ വളരെ റീസെന്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ലീക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പ്രോ വേരിയൻസിൽ 120 Hz റിഫ്രഷ് റേറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊരു പെർമനന്റ്ലി 120 Hz റിഫ്രഷ് റേറ്റ് ആയിരിക്കില്ല, കാരണം നമുക്ക് ബാറ്ററി കൺസപ്ഷൻ ഒരുപാട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ യൂസർ എന്താണ് യൂസ് ചെയ്യുന്നത്, ആപ്പ് ആണോ, വീഡിയോ ആണോ, ഗെയിമിംഗ് ആണോ, ഇതനുസരിച്ച് 60 Hzനും 120 Hzനും ഇടയിൽ സ്വിച്ച് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ടെക്നോളജി ആയിരിക്കും പ്രോ വേരിയൻസിൽ ആപ്പിൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടിലേക്ക് കിടക്കാം, അതായത് പ്രൈസിങ്. സോ ഇന്ത്യൻ പ്രൈസിങ്ങിൻ്റെ കൂടെ തന്നെ നമ്മൾ US ഡോളേഴ്സിൻ്റെ പ്രൈസിങ് കൂടി ഇവിടെ പറയുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, US ഡോളേഴ്സിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ലീക്സ് ആണ് കുറച്ചുകൂടി ആക്യുറേറ്റ്. സോ ഇതുകൂടാതെ മറ്റൊരു കാര്യം, എല്ലാ പ്രൈസിങ്ങും, ഞാനിപ്പോൾ പറയാൻ പോകുന്ന എല്ലാ പ്രൈസിങ്ങും ബേസ് വേരിയൻറ്റിൻ്റേതായിരിക്കും. ഏറ്റവും താഴെ വരുന്ന ഐഫോൺ 12 5.4 ഇഞ്ച് ഡിവൈസിൻ്റെ പ്രൈസ് ആണ് $650. സോ ഇത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ പ്രൈസിങ് വിൽ ബി ജസ്റ്റ് ബിലോ 60,000 rupees. നോർമലി നമുക്കറിയാം, യെസ്, $650 ഡയറക്ട്ലി ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ 50,000 ആയിരിക്കും. ബട്ട് നമുക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ട്, ആപ്പിൾ ഗൂഗിൾ പ്രൊഡക്ട്സ് എല്ലാം എപ്പോഴും ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്കൊരു പ്രൈസ് ഹൈക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ കൺവേർഷൻ റേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഇന്ത്യൻ പ്രൈസും ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഏറ്റവും ലോവസ്റ്റ് വേരിയൻറ്റ് ഐഫോൺ 12 5.4 ഇഞ്ച് കോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ബിലോ 60,000 ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഹയർ വേരിയൻറ്റ് ഐഫോൺ 12 6.1 ഇഞ്ച് വേരിയൻറ്റ് കോസ്റ്റ് ചെയ്യാൻ പോകുന്നത് US ഡോളേഴ്സിൽ $750 ആണ്. ഇന്ത്യൻ റുപ്പീസിൽ ഇറ്റ് വിൽ ബി അറൌണ്ട് 70,000 rupees. ഇനി മൂന്നാമത്തെ വേരിയൻറ്റ്, അതായത് ഐഫോൺ 12 പ്രോ. സോ US ഡോളേഴ്സിൽ പ്രൈസ് വരുന്നത് $1,000 ആണ്. ബട്ട് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇറ്റ് വിൽ ബി കോസ്റ്റിംഗ് അറൌണ്ട് 1 lakh rupees. ഇനി ഏറ്റവും ഹയസ്റ്റ് വേരിയൻ്റ് ആയ ആപ്പിൾ ഐഫോൺ 12 പ്രോ മാക്സിൻ്റെ US ഡോളർ പ്രൈസിങ് $1,100 ആയിരിക്കും. അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇറ്റ് വിൽ ബി അറൌണ്ട് 1,10,000 rupees. സോ ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഐഫോൺ 12 സീരീസിൻ്റെ പ്രൈസ്. ഇന്ത്യൻ പ്രൈസിൽ ഡെഫിനറ്റ്ലി ചെറിയ വേരിയേഷൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ബട്ട് ഓൾമോസ്റ്റ് സിമിലർ റേഞ്ചിൽ തന്നെയായിരിക്കും. സോ ഈ പ്രൈസിംഗ് എല്ലാം വിലയിരുത്തി നോക്കിയപ്പോൾ നമുക്ക് തോന്നിയ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷത്തെ സിമിലർ പ്രൈസിൽ ബെറ്റർ പ്രോസസ്സർ, ബെറ്റർ ബാറ്ററി, ബെറ്റർ പെർഫോമൻസ്, ബെറ്റർ ഫീച്ചേഴ്സ് ഉള്ള ഐഫോൺസ് ആയിരിക്കും നമുക്ക് ഇത്തവണ ലഭിക്കാൻ പോകുന്നത്. സോ ഇത് ഡെഫിനറ്റ്ലി ലുക്സ് ലൈക്ക് എ ഗുഡ് ഡീൽ. സോ ഇനി അവസാനമായി എനിക്ക് സംസാരിക്കാനുള്ളത് ലോഞ്ച് ഡേറ്റിനെ പറ്റിയാണ്. സോ കഴിഞ്ഞ വർഷങ്ങളിൽ ആപ്പിൾ ലോഞ്ചസ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും, നോർമലി സെപ്റ്റംബർ മന്ത്സിലാണ് ഓരോ വർഷത്തെയും ആപ്പിൾ ഐഫോൺ ലോഞ്ച് നടക്കാറ്. ബട്ട് ഇത്തവണ കോവിഡ് സിറ്റുവേഷൻസ് എല്ലാം കാരണം ദർ ഈസ് എ ചാൻസ് ഓഫ് ഡിലേ. ഓക്കെ, കുറച്ച് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സും വന്നിട്ടുണ്ടായിരുന്നു. ആപ്പിൾ അവരുടെ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ റൈറ്റ് നൗ ഒരു മാസം ഡിലേയിലാണ്. മേ ബി ഈ പ്രൊഡക്ഷൻ ലാഗ് അവർക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ കഴിയുമായിരിക്കും. ബട്ട് വേഴ്സ്റ്റ് കേസ് സെനാരിയോ കൺസിഡർ ചെയ്ത് നോക്കിയാലും നമുക്ക് സെപ്റ്റംബർ അല്ലെങ്കിൽ മാക്സിമം ഒക്ടോബറിൽ ഐഫോൺ 12 ലോഞ്ച് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ദാറ്റ്സ് ഓൾ ഫോർ നൗ. ഇതായിരുന്നു ഐഫോൺ 12 പറ്റി ഞങ്ങൾക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ടായിരുന്ന എല്ലാ ലീക്സ്, റൂമേഴ്സ് എല്ലാതും. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സോ ഇതുപോലെയുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെക് ന്യൂസസിനും ടെക് റിവ്യൂസിനും ആപ്പ് റിവ്യൂസിനും എല്ലാത്തിനും വേണ്ടി നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സ്പെഷ്യലി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോകൾ പെട്ടെന്ന് തന്നെ കാണുന്നതിന് വേണ്ടി നമ്മുടെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണും സ്വിച്ച് ഓൺ ചെയ്ത് വെക്കുക. ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ വീഡിയോ. ടിൽ ദെൻ, ബൈ.